ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സന്റെ മൃതദേഹമാണ് കിട്ടിയത്. ഒപ്പമുണ്ടായിരുന്ന ബിജുവിനായി തെരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇവരെ കാണാതായത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഇന്നലെയാണല്ലോ ഇവരെ കാണാതായത്. എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? അമൃത ശന്തമ്പാറ പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാർ സഹായത്തോടെ നടത്തിയ തെരച്ചിൽ ആനയിറങ്കൽ ജലാശയത്തിൽ നിന്ന് തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട രാജകുമാരി പഞ്ചായത്ത് അംഗം കൂടിയായ ജെയ്സന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ബിജുവിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഇരുവരെയും കാണാതാകുന്നത്. രാവിലെ ഈ തോട്ടം ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡാമിന്റെ പരിസരത്ത് നിന്ന് ഈ ഫോണും വാഹനവും കണ്ടത്. ഇതോടെ ഇവർ ഈ വിവരം പുറത്തറിയിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും പിന്നീട് സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തുകയാണ്. ഈ കാറിൽ 4 സംഘം ഇന്നലെ കുളിക്കാനായി ഈ സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങാൻ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവർ ജീവനക്കാർ സമ്മതിച്ചില്ല. പിന്നീട് മടങ്ങി പാറയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ 2 പേർ, ഈ 4 പേരുണ്ടായിരുന്നെങ്കിൽ 2 പേർ അവിടെ ഇറങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഈ ജെയ്സനും ബിജുവും തേനിക്ക് എന്ന് പറഞ്ഞ് മടങ്ങി എന്നാണ് ഈ ഒപ്പമുണ്ടായിരുന്നവർ പറയുകയും ചെയ്തത്. പക്ഷേ ഇതിനിടയിൽ ഇവർ ആനയിറങ്കൽ ജലാശയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇരുവരും വീണ്ടും കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടത്തിൽ പെടുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയും ചെയ്യുകയാണ്.